സൈബർ പാംസ്. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശ്വാസ്യതയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യം: നമ്മുടെയെല്ലാം പൊതുവായ സ്വത്ത് എങ്ങനെയാണ് ആരുമറിയാതെ, നിങ്ങളുടെയൊന്നും ഒരു സമ്മതം പോലുമില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടത്? അപ്പോൾ ഇത് ആരും അറിയാതെ സംഭവിച്ചൊരു അബദ്ധമൊന്നുമല്ല. അതിന് വ്യക്തമായ തെളിവുണ്ട്. 2025 നവംബറിലെ അസോസിയേഷന്റെ തന്നെ അറിയിപ്പ് നോക്കൂ. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, UDS രജിസ്ട്രേഷൻ കഴിയുന്നതുവരെ ഈ വിഷയം രഹസ്യമാക്കി വയ്ക്കാൻ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ബിൽഡറുമായിട്ട് ഒരു ധാരണയുണ്ടായിരുന്നു എന്ന്. അതായത് ഇത് മനഃപൂർവ്വം നിങ്ങളിൽ നിന്നും മറച്ചുവെച്ചതാണ്. അപ്പോ എങ്ങനെയാണ് ഈ രഹസ്യ ഇടപാട് നടന്നത്? നമ്മുടെയൊക്കെ പൊതുവായ സ്ഥലം ഒരു ഗിഫ്റ്റ് ഡീഡിന്റെ രൂപത്തിൽ നമ്മളാരും അറിയാതെ എങ്ങനെ കൈമാറി? നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്രയേയുള്ളൂ. 2025 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്ന് 2 ഗിഫ്റ്റ് ഡീഡുകളിൽ ഒപ്പുവെച്ചു. ആ ഒരൊറ്റ ഒപ്പുകൊണ്ട് നമ്മുടെ പൊതുവായ സ്ഥലങ്ങൾ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന റോഡുകളും മറ്റ് സൗകര്യങ്ങളുമെല്ലാം ₹1 പോലും പ്രതിഫലം വാങ്ങാതെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഇതിനൊരു ന്യായീകരണമായി അവർ പറയുന്നത് വാർഷിക പൊതുയോഗം ഇതിന് അനുമതി നൽകിയിരുന്നു എന്നാണല്ലോ. ശരി, അതവിടെ നിൽക്കട്ടെ. പക്ഷേ യഥാർത്ഥ പ്രശ്നം അതല്ല. ആ തീരുമാനം എങ്ങനെ നടപ്പിലാക്കി എന്നുള്ളതാണ്. നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച മാനേജിംഗ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങളെല്ലാം അവരെ പൂർണ്ണമായിട്ടും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഈ ഇടപാട്. അങ്ങനെ വരുമ്പോൾ എന്തു സംഭവിക്കും? ഇത് നമ്മളെ അടുത്ത പോയിന്റിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്തയച്ച നിങ്ങളുടെ സ്വന്തം കമ്മിറ്റി എങ്ങനെയാണ് അധികാരമില്ലാത്തവരായി മാറിയത്, വെറും നോക്കുകുത്തികളായി മാറിയത്? ആ കഥ കേൾക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മൾ എന്തിനാണ് ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ കാര്യങ്ങൾ നോക്കാനും നമുക്കുവേണ്ടി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും അതിനൊക്കെ ഒരു മേൽനോട്ടം വഹിക്കാനുമല്ലേ? അതാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ ഇവിടെ നടന്ന യാഥാർത്ഥ്യമെന്താ? നമ്മുടെ പൊതുവായ സ്വത്ത് കൈമാറ്റം ചെയ്ത വിവരം ആ കമ്മിറ്റിയിലെ ഭൂരിഭാഗം പേരും അറിയുന്നത് എല്ലാം കഴിഞ്ഞ് 40 ദിവസത്തിനു ശേഷം മാത്രമാണ്. എന്തൊരു വിരോധാഭാസമാണിത്! അപ്പോൾ കമ്മിറ്റിയിൽ ഇതിനെതിരെ ചോദ്യങ്ങൾ വന്നു. അന്ന് ആക്ടിംഗ് പ്രസിഡന്റായിരുന്ന ഡോക്ടർ ബെന്നി ഇതിനെപ്പറ്റി ചോദിച്ചു. പ്രസീദ്, അശോക്, യൂലിയ ഇവരെല്ലാം ഉത്തരം ആവശ്യപ്പെട്ടു. പക്ഷേ എന്ത് സംഭവിച്ചുവെന്നറിയാമോ? 2025 നവംബറിലെ മീറ്റിംഗിന്റെ ഔദ്യോഗിക രേഖകളിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജനറൽ സെക്രട്ടറിയിൽ നിന്ന് അവർക്ക് ഒരു മറുപടിയും ലഭിച്ചില്ല എന്നാണ്. ചോദ്യങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായ മൗനം. അതായത് പ്രധാനപ്പെട്ടൊരു കാര്യവും അറിയിക്കുന്നില്ല, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയുമില്ല. അങ്ങനെ വന്നപ്പോ നിങ്ങൾ തെരഞ്ഞെടുത്തയച്ച നിങ്ങളുടെ മാനേജ്മെന്റ് കമ്മിറ്റി വെറും കാഴ്ചക്കാരായി മാറി. അവരുടെ റോള് അതിലേക്ക് ചുരുങ്ങി. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ, ഏകാധിപത്യ സ്വഭാവമുള്ള നേതാക്കൾ ജനാധിപത്യ സ്ഥാപനങ്ങളെ കൈപ്പിടിയിലൊതുക്കാൻ ഉപയോഗിക്കുന്ന അതേ തന്ത്രങ്ങളുടെ ഒരു ചെറിയ പതിപ്പാണ്. നമുക്ക് ആ ഭരണശൈലിയൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. ഈ ഏകാധിപത്യ ശൈലിക്കൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. അതിനെ നമുക്ക് 4 തന്ത്രങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തേത്, സ്വന്തം കൂടെയുള്ളവരെ, അതായത് ക്യാബിനറ്റിനെ ഒഴിവാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. രണ്ടാമത്തേത്, ആരെങ്കിലും നിയമം പറഞ്ഞാൽ ഭൂരിപക്ഷം ഞങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞ് അതിനെ നേരിടുക. മൂന്നാമതായി, നടക്കുന്ന കാര്യങ്ങളെല്ലാം തങ്ങൾക്കനുകൂലമായി വളച്ചൊടിച്ച് അവതരിപ്പിക്കുക. പിന്നെ നാലാമത്തേത്, ചോദ്യം ചോദിക്കുന്നവരെ വിഷയം മാറ്റി വ്യക്തിപരമായി അങ്ങ് ആക്രമിക്കുക. ആദ്യത്തെ തന്ത്രം, സ്വന്തം ടീമിനെ തന്നെ മറികടക്കുക. അതിന് വേറെ എങ്ങും തെളിവ് തിരയേണ്ട. 2025 നവംബറിലെ മീറ്റിംഗ് മിനിറ്റ്സ് തന്നെ ധാരാളം. അതിൽ അച്ചടിച്ച വാക്കുകളാണ്: മറ്റേതൊരു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും അറിവോ ഉപദേശമോ ഇല്ലാതെയാണ് UDS കൈമാറ്റം നടപ്പിലാക്കിയത്. ഇതിലും വലിയൊരു തെളിവ് വേണോ? രണ്ടാമത്തെ തന്ത്രം നോക്കൂ, ഭൂരിപക്ഷത്തെ ഒരായുധമാക്കുക. ജനറൽ സെക്രട്ടറിയുടെ തന്നെ വാക്കുകൾ കേട്ടാൽ ഇത് വ്യക്തമാകും. അദ്ദേഹം ചോദിക്കുകയാണ്, ഒരു സമൂഹത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ബഹുഭൂരിപക്ഷം ആളുകളാണോ, അതോ നിയമം തന്റെ കൂടെയാണെന്ന് പറയുന്ന ഒരൊറ്റയാളാണോ എന്ന്. കണ്ടോ? ശരിക്കും ന്യായമായ, നിയമപരമായൊരു ചോദ്യത്തെ എങ്ങനെയാണ് സമൂഹത്തിനെതിരെയുള്ള ഒരാളുടെ യുദ്ധമായി മാറ്റുന്നത് എന്ന് നോക്കൂ. ഇനി മൂന്നാമത്തെ തന്ത്രം, കാര്യങ്ങൾ തങ്ങൾക്ക് വേണ്ട രീതിയിൽ വളച്ചൊടിക്കുക. സാധാരണ ഒരു കോടതി നടപടിക്രമം നടക്കുന്നു. അതിനെ എന്താക്കി മാറ്റി? അത്ഭുതകരമായ നിയമവിജയം, ഒരു പ്രധാന വഴിത്തിരിവ്. എന്തിനാണിത്? താനൊരു ശക്തനാണ്, തനിക്കൊരിക്കലും തെറ്റുപറ്റില്ല എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം. ഇനി അവസാനത്തെയും ഏറ്റവും അപകടകരമായതുമായ തന്ത്രം, വ്യക്തിപരമായി ആക്രമിക്കുക. നിയമപരമായി ഉന്നയിച്ച വിഷയങ്ങളെക്കുറിച്ച് മറുപടി പറയുന്നതിനു പകരം ചോദ്യം ചോദിക്കുന്നയാളെ അങ്ങ് ടാർഗറ്റ് ചെയ്യുക. അയാൾക്ക് വ്യക്തിപരമായ വൈരാഗ്യമാണ്, തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ഉത്തരവാദിത്തമില്ലായ്മയുടെ ഒരു തുടർക്കഥയാണ്.
ഒരു രഹസ്യ ഇടപാടിൽ തുടങ്ങി ഇപ്പോൾ അതേ അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്താനുള്ളൊരു ശ്രമം വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. ഈ ടൈംലൈൻ ഒന്ന് നോക്കൂ. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. 2025-ൽ രഹസ്യമായി ഭൂമി കൈമാറ്റം ചെയ്യുന്നു. അതേ വർഷം നവംബറിൽ അതിനെപ്പറ്റി ചോദിച്ച സ്വന്തം കമ്മിറ്റിയിൽ അംഗങ്ങളെ നിശബ്ദരാക്കുന്നു, മറുപടി കൊടുക്കുന്നില്ല. എന്നിട്ടിപ്പോൾ ചെയ്തതിലൊരു ഖേദവുമില്ലാതെ ആരും തന്നെ ചോദ്യം ചെയ്യില്ലെന്നൊരു ധൈര്യത്തിൽ അതേ നേതൃത്വം പുതിയൊരു പാനലിനെയും കൂട്ടി വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വരുന്നു. അപ്പോൾ അവസാനം ഈ പന്ത് വന്നു വീഴുന്നത് നിങ്ങളുടെ കോർട്ടിലാണ്. ഇത് നിങ്ങളുടെ സമൂഹമാണ്, നിങ്ങളുടെ തീരുമാനമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വെറുതെ കുറച്ച് ആളുകളെ മാറ്റാനോ നിർത്താനോ ഉള്ള ഒന്നല്ല. മറിച്ച് സൈബർ പാംസിൽ ഇനി എങ്ങനെയുള്ളൊരു ഭരണമാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ളൊരു അവസരമാണ്. നമ്മൾ 533 ഉടമകളുണ്ട്. ഒരൊറ്റ സമൂഹം. ഓർക്കുക, നിങ്ങളുടെ ഓരോ വോട്ടും നിർണായകമാണ്. അത് നമ്മുടെ എല്ലാം ഭാവിയെയാണ് തീരുമാനിക്കാൻ പോകുന്നത്. പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. അത് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. കാര്യങ്ങൾ രഹസ്യമായി ചെയ്യുന്ന, ചോദ്യങ്ങളെ പേടിക്കുന്ന, ഒരു സുതാര്യതയുമില്ലാതെ നിഴലിൽ പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വത്തിന് വെളിച്ചത്ത് നിങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടോ? ആലോചിക്കുക. തീരുമാനം നിങ്ങളുടേതാണ്.